ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷും അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പവുമാണ്. മഷ്റൂം ആയതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയുമാണ്. ഞാൻ ലിഷ, വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. മഷ്റൂം റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ 160 ഗ്രാം മഷ്റൂം എടുത്തിട്ടുണ്ട്. എനിക്ക് കടയിൽ നിന്ന് ഇപ്രാവശ്യം പാൽക്കൂണാണ് കിട്ടിയിരിക്കുന്നത്. ഇതിന് പകരം ബട്ടൺ മഷ്റൂം എടുത്താലും മതി കേട്ടോ. ഞാൻ ചെറിയൊരു പോർഷനേ ഉണ്ടാക്കുന്നുള്ളൂ. ഒരു 2-3 പേർക്കൊക്കെ കഴിക്കാൻ ഇത് മതിയാകും. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ച് കളയണം. ഇതുപോലെ വളരെ എളുപ്പത്തിൽ പൊളിച്ച് കളയാവുന്നതേ ഉള്ളൂ. കൂൺ ഉപയോഗിക്കുന്നതിന് മുൻപ് മഞ്ഞളിട്ട വെള്ളത്തിൽ 4-5 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണേ. അതുപോലെ തന്നെ കഴുകുമ്പോൾ ഒത്തിരി നേരം വെള്ളത്തിലിട്ട് വെക്കരുത്. പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കണം. അല്ലെങ്കിൽ മഷ്റൂമിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറുകയും കറി ഉണ്ടാക്കുമ്പോൾ കുഴിഞ്ഞു പോവുകയും ചെയ്യും. അതുപോലെ തന്നെ മഷ്റൂം മേടിച്ചാൽ അധികം താമസിക്കാതെ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇതുപോലെ തന്നെ ബാക്കിയുള്ളവയുടെ തൊലിയും കൂടി കളഞ്ഞെടുക്കാം. ഇനി നമുക്കിവയെല്ലാം മുറിച്ചെടുക്കണം. ഒരു മീഡിയം സൈസിൽ മുറിച്ചെടുക്കാം. ഇങ്ങനെ നടുവേ കീറിയിട്ട് മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഞാനിവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കുക്ക് ചെയ്യാൻ തുടങ്ങാം. അതിനായി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിനു പകരം വെജിറ്റബിൾ ഓയിൽ ഉപയോഗിച്ചാലും മതി കേട്ടോ. പക്ഷെ നാടൻ കറി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോഴായിരിക്കും കൂടുതൽ രുചി. എണ്ണ ആവശ്യത്തിന് ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കണം. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോള ചെറുതായി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, ഒരു ചെറിയ പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇവയെല്ലാം കൂടി തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ട് വഴറ്റിയെടുക്കണം. സവോളയുടെ കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നന്നായി വെന്ത് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഇവ ഇളക്കി കൊടുത്തുകൊണ്ട് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ ചേർത്തിരിക്കുന്ന മുളകിന് നല്ല എരിവുള്ളതാണ്. അതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തിരിക്കുന്നത്. നിങ്ങൾ ചേർക്കുമ്പോൾ മുളകിൻ്റെ എരിവ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഈ ചാനലിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പല നാടൻ കറികളുടെയും റെസിപ്പികൾ പലപ്പോഴായി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നാടൻ കറികൾ മാത്രമല്ല, കേക്കുകളുടെയും കുക്കീസിൻ്റെയും പായസത്തിൻ്റെയും ഒക്കെ വളരെ നല്ല പല റെസിപ്പീസുകളും ഇട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതും കൂടി ഒന്ന് കാണുകയും ഉണ്ടാക്കി നോക്കുകയും ചെയ്തിട്ട് അഭിപ്രായം പറയണേ. ഇപ്പോൾ സവാളയൊക്കെ നന്നായി വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇവയെല്ലാം കൂടി മൂപ്പിച്ചെടുക്കാം. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അടുത്തതായി ഒരു മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതും ഇളക്കി കൊടുത്തുകൊണ്ട് കുക്ക് ചെയ്യാം. തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞു കിട്ടണം. ഈ സമയത്ത് തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാട്ടോ. ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന കുറച്ച് വീഡിയോകളുടെ ലിങ്ക് മുകളിൽ ഐക്കാർഡിലും എൻഡ് സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. കുറച്ചധികം വീഡിയോകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യണേ. അതുപോലെ വീഡിയോകളെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുക. ഇപ്പോൾ തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ചേർത്ത് കൊടുക്കാം. ഇനി ഇവ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മഷ്റൂമിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നുകൊള്ളും. ഇപ്പോൾ എല്ലാം നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവ കൂട്ടി വെച്ചിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം.
തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇങ്ങനെ ഏകദേശം 10-12 മിനിറ്റ് ആകുമ്പോഴേക്കും കൂണ് വെന്ത് കിട്ടും. ഈ ഒരു മഷ്റൂം റോസ്റ്റ് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ 12 മിനിറ്റ് ആയിട്ടുണ്ട്. കൂണ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല, 1/8 ടീസ്പൂൺ അതായത് 1/4 ടീസ്പൂണിൻ്റെ പകുതി കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് ഇവയെല്ലാം കൂടി ചേർത്ത് ഏകദേശം 1 മിനിറ്റോളം ഇളക്കി കൊടുത്തുകൊണ്ട് വഴറ്റിയെടുക്കാം. ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് നല്ല ഫ്ലേവറുള്ള ഗരം മസാലയാണ്. ഇത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാട്ടോ. അതുകൊണ്ട് 1/4 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗരം മസാലയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ ചേർക്കേണ്ടി വരും. നല്ല ഫ്ലേവറോട് കൂടിയ ഗരം മസാല എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഐക്കാർഡിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതും കൂടി ഒന്ന് കാണണേ. അതുപോലെ തന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. കാരണം ഞാൻ നേരത്തെ ഇതിലേക്ക് ചേർത്തിരിക്കുന്ന പച്ചമുളകിന് നല്ല എരിവുണ്ട്. കുട്ടികൾക്കും കൂടി കൊടുക്കാനുള്ളതാണെങ്കിൽ എരിവ് കുറച്ച് ചേർത്താൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ മഷ്റൂം റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണിത്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന് എന്നെ അറിയിക്കണേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുവരെ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത ഓരോരുത്തർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.